ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോഡോക്സ്. അപ്പോൾ ഇന്നലത്തെ CSK vs സൺറൈസേഴ്സ് ഹൈദരാബാദ് കളി, രണ്ട് കളി ജയിച്ചു. മൂന്നാമത്തെ കളി ജയിക്കുമെന്ന് ഉറപ്പിച്ച് വന്നായിരുന്നു. ഖലീൽ അഹമ്മദ് ഇല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖലീൽ അഹമ്മദ് അദ്ദേഹം ഈ സീസൺ റൂൾഡ് ഔട്ടായി. പകരം മുകേഷ് ചൗധരിയാണ് സ്ക്വാഡിൽ വന്നത്. ബട്ട് സ്റ്റിൽ SRH ആയിട്ട് നമ്മൾ ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല, തോറ്റു. അപ്പോൾ ഇന്നലത്തെ മത്സരം നടക്കുന്ന ഹൈദരാബാദിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ട്രാക്കാണ്, വളരെ ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് ആണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഈസിലി 220-230 സ്കോർ ചെയ്യാൻ പറ്റുന്ന ഗ്രൗണ്ടാണ്. നമുക്ക് ടോസ് കിട്ടുന്നു, CSKക്ക് ടോസ് കിട്ടുന്നു, CSK അവിടെ ബൗളിംഗ് എടുക്കുന്നു. തീർച്ചയായിട്ടും വിജയ് അവിടെ തന്നെ നമുക്കൊരു 50% ജയം കിട്ടി. തുടക്കത്തിൽ അഭിഷേക് ശർമ്മ നല്ല രീതിക്ക് അടിച്ചു കളിക്കുന്നു. അടിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ അഭിഷേക് ശർമ്മയുടെ സുസിദ്ധമായ ശൈലിയിൽ. നമുക്ക് ഇന്നലെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അത് അക്കീൽ ഹുസൈന് പകരം മാറ്റ് ഷോട്ട് വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അക്കീൽ ഹുസൈൻ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ്. നമ്മുടെ SRHന്റെ ടോപ്പ് 3 എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അപ്പോൾ അശ്വിൻ തൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റ് ഷോട്ടിനാണ് ഈ കളി ഇറക്കേണ്ടത്, കാരണം ഒരു റൈറ്റ് ഹാൻഡ് സ്പിന്നർക്കാണ് അവിടെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കീൽ ഹുസൈനെ പോലെ ഒരു നല്ലൊരു സ്പിന്നറെ മാറ്റിയിട്ടാണ് നമ്മൾ മാറ്റ് ഷോട്ടിനെ കൊണ്ടുവന്നത്. മാറ്റ് ഷോട്ട് നല്ലൊരു ഓഫ് സ്പിന്നർ ആണെങ്കിൽ പോലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസമായിരുന്നില്ല. അദ്ദേഹത്തിന് 21 റൺസാണ് മൂന്നാമത്തെ ഓവറിൽ കിട്ടിയത്. അവിടെ തന്നെ ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മയുടെ ഒരു സുപ്രീമസി ഇന്നലെ കണ്ടൊരു മത്സരമായിരുന്നു. 15 ബോളിൽ നിന്ന് അദ്ദേഹം 50 അടിച്ചു. അപ്പുറത്ത് ഹെഡ് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു താളം കണ്ടെത്താനായിട്ട്. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 110-120 റൺസൊക്കെ ആ ഒരു 6 ഓവറിൽ വരേണ്ടതായിരുന്നു. അഭിഷേക് ശർമ്മ മാത്രം ഒരു സൈഡിൽ നിന്ന് അടിച്ചുകൊണ്ട് 75 റൺസാണ് വന്നത്. ഇന്നലെ തുടക്കം നമ്മുടെ ഓപ്പണിംഗ് ഫസ്റ്റ് ഓവർ നല്ലതായിരുന്നു. പിന്നത്തെ ഓവറുകളൊട്ടാണ് നമ്മുടെ പേസേഴ്സിനും അതുപോലെ തന്നെ മാറ്റ് ഷോട്ടിനൊക്കെ നല്ലൊരു അടി കിട്ടുന്നുണ്ടായിരുന്നു. 6 ഓവറിൽ 75 ഹെഡ് പുറത്തായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർ അതിൽ ക്ലാസ്സിന് ഒഴികെ ബാക്കി ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് SRH ഒരു വലിയ സ്കോറിലോട്ട് ഒരു 200+ സ്കോറിലോട്ട് പോകാതിരുന്നത്. അവിടെ നമ്മുടെ CSK ബോളേഴ്സ് നല്ല രീതിക്ക് എറിഞ്ഞിട്ടുണ്ട്. 10 ഓവർ അവസാനിക്കുമ്പോൾ 113 റൺസായിരുന്നു. ഇതിനിടയിൽ SRHന്റെ ബാറ്റർമാരിൽ അഭിഷേക് ശർമ്മ പുറത്താകുന്നു. അഭിഷേക് ശർമ്മേൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ട് അപ്പീലായിരുന്നു. സഞ്ജു സാംസൺ ക്യാച്ച് എടുത്ത് അദ്ദേഹം ആരും അപ്പീൽ ചെയ്തില്ല. അദ്ദേഹം തന്നെ ഒരു റിവ്യൂവിന് സജസ്റ്റ് ചെയ്ത് അവിടെ നമുക്കൊരു വിക്കറ്റ് കിട്ടി. സഞ്ജുവിൻ്റെ ഇന്നലത്തെ ഒരേ ഒരു കോൺട്രിബ്യൂഷൻ അതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ 100 ഓവറിൻ്റെ ഒരു പന്തൊക്കെ അദ്ദേഹം ഇന്നലെ കീപ്പിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മിസ് വന്നു. അതേ ഓവറിലൊരു ക്യാച്ച് ശിവൻ ദുബെ ഡ്രോപ്പ് ആക്കുന്നു. എന്ത് ഫീൽഡിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. കഴിഞ്ഞ 2 സീസണായിട്ട് CSKയുടെ ഫീൽഡിങ് പരമശോകമാണ്. CSKയുടെ ഇഞ്ചുറി മാനേജ്മെൻറ്റ് ടീം ഭയങ്കര ശോകമാണ്. ഫീൽഡിങ് കോച്ചിനെ മാറ്റണം. ഇഞ്ചുറി മാനേജ്മെൻറ്റ് ടീമിൽ കാര്യമായിട്ട് അഴിച്ചുപണി നടത്തണം. കാരണം ഇഞ്ചുറീസ് ഒരുപാട് വരുന്നു, ടീമിൽ റീപ്ലേസ്മെൻറ്റ്സ് ഒരുപാട് വരുന്നു. അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നു. കണ്ടിന്യൂസ്ലി ക്യാച്ച് ഡ്രോപ്പ് ആക്കുന്നു. അഭിഷേക് ശർമ്മയുടെ ക്യാച്ച് എന്നൊക്കെ പറഞ്ഞാൽ അത് മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ക്യാച്ചാണ്. അതാണ് നല്ല ശിവൻ ദുബെ ഡ്രോപ്പ് ആക്കിയേക്കുന്നത്. അപ്പോൾ എന്നാലും മൊത്തത്തിൽ തുടക്കം തന്നെ നമുക്ക് അത്രയും പിഴവുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെഡിനെ ഒരു കിടിലൻ ക്യാച്ചിലൂടെ പുറത്താക്കുകയാണ് നമ്മുടെ ഋതുരാജ് ഗൈക്വാദ്. തൊട്ടടുത്ത ബോളിൽ കിഷൻ ഡക്കായി നടന്നു. പിന്നീട് അനികേത് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി, സലിൽ അറോറ തുടങ്ങിയ SRH ബാറ്റർമാർക്ക് ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ അവിടെ ക്ലാസൻ ഒരു സൈഡിൽ സ്റ്റാൻഡ് ചെയ്ത് കളിച്ച് അദ്ദേഹം മോശം പന്തുകൾ തെരഞ്ഞു പിടിച്ച് ബൗണ്ടറീസ് കണ്ടെത്തി SRHന് മാന്യമുള്ള സ്കോറിലോട്ട് എത്തിക്കുകയാണ്. ചെന്നൈക്ക് വേണ്ടിയിട്ട് ഓവർട്ടൺ നല്ല രീതിക്ക് ബോൾ എറിഞ്ഞു. ഓവർട്ടൺ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരും അങ്ങനെ മികച്ച രീതിയിൽ എറിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും SRH ബാറ്റിംഗ് നിരെ ഒരു 195 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ടൊക്കെ ഒതുക്കുക എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പ്രത്യേകിച്ച് നല്ല രീതിക്ക് റൺസ് വരുന്ന ഗ്രൗണ്ടാണ്. 195 എന്ന് പറയുന്നത് ഒരു SRHനെ സംബന്ധിച്ച് അത്ര നല്ലൊരു സ്കോറല്ല. SRH ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശോകമായതുകൊണ്ട് 195 സ്കോറിൽ ഒതുക്കുക എന്ന് പറയുന്നത് CSK ബോളേഴ്സിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എസ്പെഷ്യലി ഖലീൽ അഹമ്മദ് പോലും ഇല്ലാത്ത ഈ ഒരു ബോളിംഗ് യൂണിറ്റ് വെച്ചിട്ട്. ഇന്നലെ മുകേഷ് ചൗധരി ആയാലും അതുപോലെ തന്നെ ജി സിംഗ് ആയാലും എല്ലാവരും അവരുടെ പരമാവധി മാക്സിമം നല്ല രീതിക്ക് എറിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൻഷുൽ കാംബോജ് അദ്ദേഹം ലാസ്റ്റ് 1-2 വിക്കറ്റ്സ് കൊടുക്കുകയുണ്ടായി. ബട്ട് സ്റ്റിൽ അദ്ദേഹം എപ്പോഴും വിക്കറ്റ് കിട്ടാനായിട്ട് എറിയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ബാറ്റ്സ്മാൻ ഓഫ് സൈഡിലോട്ട് ഷഫിൾ ചെയ്ത് നിൽക്കുമ്പോൾ റൺസ് വിട്ടുകൊടുക്കാതിരിക്കാനായിട്ട് ഓഫ് സ്റ്റമ്പിന് പുറത്തോട്ടാണ് മിക്ക ബോളേഴ്സ് എറിയാറ്. പക്ഷേ ലെഗ് സ്റ്റമ്പിന് ലക്ഷ്യം വെച്ചിട്ട് അൻഷുൽ കാംബോജ് എറിയുന്ന പന്തുകൾ പലപ്പോഴും ബൗണ്ടറീസ് ആയിട്ടാണ് പോകാറ്. അതുകൊണ്ട് വിക്കറ്റ്സിന് വേണ്ടി പന്തെറിയുമ്പോൾ കൂടുതലായിട്ട് റൺസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് അൻഷുൽ കാംബോജ്. എന്നാൽ പോലും ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഫീൽഡിംഗ് മിസ്റ്റേക്സ് ഉണ്ടായി. ബോളിങ്ങിൽ അങ്ങനെ വലിയ എടുത്ത് പറയാനായിട്ടൊന്നും ഉണ്ടായില്ല. എന്നിട്ട് പോലും 195 എന്ന് പറയുന്നത് CSK ബോളേഴ്സിൻ്റെ അച്ചീവ്മെൻ്റ് ആണ്. 194 എന്ന് പറയുന്ന സ്കോറിനെ SRH പുറത്തായിട്ട് ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിക്കുമ്പോൾ കമൻട്രി ബോക്സിൽ നിന്ന് രവിശാസ്ത്രിയൊക്കെ പറഞ്ഞത് ഇതൊരു നല്ലൊരു ബോളിംഗ് ഇതായിരുന്നു എന്നാണ്. നല്ലൊരു ബോളിംഗ് ആണ് കാഴ്ചവെച്ച CSK എന്നാണ്. കാരണം 194 എന്ന് പറയുന്നത് SRHനെ സംബന്ധിച്ച് ചെറിയൊരു സ്കോറാണ്. ആ ഗ്രൗണ്ടിൽ ചെറിയൊരു സ്കോർ തന്നെയാണ്.
അൻഷുൽ കാംബോജിൻ്റെ നല്ലൊരു സ്പെല്ല് ലാസ്റ്റ് ഓവറിലൊക്കെ അദ്ദേഹം നല്ല രീതിക്ക് തന്നെ എറിഞ്ഞിട്ടുണ്ട്, അധികം റൺസ് വിട്ടു കൊടുത്തിട്ടില്ല ഇന്നലത്തെ മത്സരത്തിൽ. അപ്പം എന്നാൽ പോലും ഈ ഒരു സ്കോർ ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബോളിംഗ് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നല്ല സ്കോറായിട്ട് മോശം സ്കോറായിട്ട് മാറുന്നത്. അങ്ങനെ CSK ബാറ്റിങ്ങിൽ വരുന്നു. CSKക്ക് ആയിട്ട് സഞ്ജുവും ഗെയ്ക്വാദും ഓപ്പണിംഗ് ഇറങ്ങുന്നു. ആസ് യൂഷ്വൽ സഞ്ജു തുടക്കം തന്നെ ആക്രമിച്ച് കളിക്കുന്ന ഒരു 6 അടിച്ചുകൊണ്ട് തുടങ്ങുന്നു. പക്ഷെ പിന്നീട് അടുത്ത ഓവറിൽ അദ്ദേഹം ഔട്ടാവുകയാണ്. ബോൾ ചെയ്യുന്നത് നിതീഷ് കുമാർ റെഡ്ഡി, അതായത് SRHന്റെ ഒരു മെയിൻ ബോളർ പോലും അല്ലാത്ത അവർ ആ ബോളിംഗ് യൂണിറ്റിൽ വരാത്ത നിതീഷ് കുമാർ റെഡ്ഡിയാണ് SRHനെ സെക്കൻഡ് ഓവറിൽ അവരെ ഒരു വിക്കറ്റ് ബ്രേക്ക് ത്രൂ കൊടുക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി ആയിരുന്നു നല്ല ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയാം CSK ബോളേഴ്സ്. നല്ല പ്രഫുൽ ഹിഞ്ചോ അല്ല ഹുസൈനോ ഒന്നുമല്ല. പ്രഫുൽ ഹിഞ്ചിനൊക്കെ നല്ല രീതിക്ക് തന്നെ തുടക്കം തൊട്ട് നല്ല രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സാംസൺ ഔട്ടാകുന്നു. പിന്നീട് ഗെയ്ക്വാദും അതുപോലെ തന്നെ ആയുഷ് മാത്ര സിംപ്ലി ബ്രില്യൻ്റ് എന്ന് പറയാം. അന്യായ കളി. അദ്ദേഹത്തിന് പവർ പ്ലേ യൂട്ടിലൈസ് ചെയ്യാൻ നല്ല രീതിക്ക് അറിയാം. അപ്പുറത്ത് അഭിഷേക് ശർമ്മയായിരുന്നു, ഇന്നലെ അവിടെ ആയുഷ് മാത്രമായിരുന്നു. നല്ല രീതിക്ക് ബൗണ്ടറീസ് ഒഴുകുകയായിരുന്നു. ഇന്നലെ 6 ഓവറിൽ SRH എത്ര അടിച്ചോ അത്രയും സ്കോർ ഇന്നലെ 6 ഓവറിൽ CSK അടിച്ചിട്ടുണ്ട്. അതിന് ഒറ്റ കാരണമുള്ളൂ ആയുഷ് മാത്രമേ. അതിമനോഹരമായിട്ട് അദ്ദേഹം കളിക്കുന്നു. അതിമനോഹരമായിട്ട് അദ്ദേഹം ഫീൽഡിങ്ങിലെ ഗ്യാപ്പ് മനസ്സിലാക്കി ബൗണ്ടറീസ് കണ്ടെത്തുന്നു. സർക്കിളിന് പുറത്ത് ഫീൽഡേഴ്സ് ഇല്ല എന്നുള്ള അഡ്വാൻറ്റേജിൽ അദ്ദേഹം സർക്കിളിന് പുറത്തോട്ട് പൊക്കി അടിച്ച് ബൗണ്ടറീസ് കണ്ടെത്തുന്നു. സിംപ്ലി ബ്രില്യൻ്റ് കളി. എനിക്കൊന്ന് വൈഭവ് സൂര്യവംശിയെ പോലത്തെ ഒരു വൻപൻ പ്ലെയർ ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു യങ് ടാലൻ്റാണ്. നിലവിൽ ഇന്ത്യയിലുള്ള ഒരു യങ് ടാലൻ്റാണ് ആയുഷ് മാത്രമേ. അന്യായ കളി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കൊണ്ടും നിർഭാഗ്യമാണെന്ന് പറയാം. ഒരു പക്ഷേ ഇമ്പാക്ട് പ്ലെയർ റോൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നലെ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നതെന്നൊക്കെ എല്ലാവരും പറയുന്നെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ടുള്ളൊരു വാമപ്പിൻ്റെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്രീ വർക്കൗട്ടിൻ്റെ ഒക്കെ കുറവുകൊണ്ടാണ് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും അവിടെ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി വരുന്നു. അതിൻ്റെ അടുത്ത ബോളിൽ അദ്ദേഹം ഔട്ടാവുന്നു. ഒരു പക്ഷേ ആ ഒരു ഇഞ്ചുറി, ആ ഒരു സ്ട്രെയിൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ ആ ഒരു ഇന്നിങ്സ് ഏത് ലെവലിൽ പോകുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ മതി. അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. ബോളേഴ്സ് സിംപ്ലി ക്ലൂലെസ് ആയിരുന്നു. ആയുഷ് മാത്രം പുറത്താവുന്നു. അതോടുകൂടി ചെന്നൈയുടെ ഇന്നിങ്സ് അവിടെ കഴിഞ്ഞു എന്ന് പറയാം. പിന്നീട് ചെന്നൈയുടെ ബാറ്റേഴ്സ് ആയിട്ടുള്ള സർഫറാസ് ഖാനും ബ്രെവിസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രെവിസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ റൺസ് വരും. അത് ബ്രെവിസിന് അറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 3 ബോൾ ഡോട്ടായപ്പോഴേക്കും ബ്രെവിസ് പ്രഷറായിട്ട് ബ്രെവിസ് ഒരു അനാവശ്യ ഷോട്ടിന് അവിടെ ശ്രമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബ്രെവിസ് ഡക്കായിട്ട് പുറത്താവുന്നു. 3 ബോൾ ഡോട്ടായിക്കോട്ടെ, ആ ഓവറിൽ ഒരു റണ്ണ് മതി. പക്ഷെ പിന്നീടുള്ള ഓവറിൽ റൺസ് അടിക്കാമല്ലോ. ഓൾറെഡി 10 ഓവറിൽ നമ്മൾ 110 റൺസ് ഉണ്ട്. ഇനിയുള്ള 10 ഓവറിൽ 80 റൺസ് മാത്രമേ വേണ്ടൂ. 80-84 റൺസ് മാത്രമേ വേണ്ടൂ. സിമ്പിളായിട്ട് നമുക്ക് വിക്കറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ അടിക്കാവുന്ന സ്കോറേ ഉള്ളൂ. വെറുതെ വിക്കറ്റ്സ് കളഞ്ഞു. സർഫറാസ് ഒരു മോശം ഷോട്ട് കളിച്ച് ഔട്ടാവുന്നു. മാറ്റ് ഷോട്ടിനെ കുറേ പേര് കുറ്റം പറയുന്നുണ്ട്. മാറ്റ് ഷോട്ട് ഒരു ടെസ്റ്റ് ഇന്നിങ്സ് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നിയൊന്നുമില്ല അവിടെ. കാരണം ആ സമയത്ത് മാറ്റ് ഷോട്ട് അവിടെ നിൽക്കേണ്ടതായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. മാറ്റ് ഷോട്ടും ഒരു ബിഗ് ഷോട്ടിന് കളിച്ചിട്ട് അദ്ദേഹം അവിടെ ഔട്ടാവുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു സ്കോറിലോട്ട് പോലും ചെന്നൈ എത്തുണ്ടായിരുന്നില്ല. അവിടെയാണ് ഞാൻ സ്റ്റബ്സിൻ്റെ ഒരു ഇന്നിങ്സ്, നമ്മൾ ഇന്നലത്തെ ആദ്യത്തെ കളിയിലെ സ്റ്റബ്സിൻ്റെ ഇന്നിങ്സിനെ പറ്റി പറയേണ്ടത്. സ്റ്റബ്സ് ഇന്നലെ വലിയ തുടക്കത്തിൽ വമ്പൻ ഷോട്ടൊന്നും കളിച്ചിട്ടില്ല. സ്റ്റബ്സ് ഇന്നലെ അവിടെ സിംഗിൾ ഇട്ട് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ആ സ്കോറും ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുക, സ്കോർ മൂവ് ചെയ്യിക്കുക, അവസാനത്തെ ഓവറുകളിൽ ഹിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്കായിരുന്നു. അത് തന്നെ ഇന്നലെ യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ സ്റ്റബ്സിൻ്റെ അത്രയും ഒരു ഹിറ്റിംഗ് എബിലിറ്റി ഇല്ലാത്തൊരു പ്ലെയറാണ് മാറ്റ് ഷോട്ട് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് ഇന്നലെ സംഭവിച്ചത്. എനിവേ മാറ്റ് ഷോട്ടിനെ കുറ്റം പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സർഫറാസ് ഖാൻ, ബ്രെവിസ്, ദൂബേനെ പറ്റി ഒന്നും പറയാനില്ല. ഇന്നലെ കളി കണ്ടവർക്ക് അറിയാം ദൂബെ എന്താ കാണിച്ചതെന്നുള്ളത്. ഇത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും മുഖത്തൊക്കെ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പിൽ എങ്ങനെ കളിച്ചോ അതിൻ്റെ 10-1 പോലും കളിക്കുന്നില്ല. ഇന്നലെ ഒരു 6 അടിച്ച് ചോദിച്ചാൽ ദൂബയുടെ കോൺട്രിബ്യൂഷൻ വട്ടപ്പൂജയായിരുന്നു. നല്ലൊരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. ഓവർട്ടന് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇത്രയൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാം. കൂടുതൽ എക്സ്പെക്ടേഷൻ ഓവർട്ടണിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റത്തെ 3 ഓവറിൽ 40 റൺസ് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഓവർട്ടനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു വെൽ നോൺ ഫിനിഷറുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മില്ലറൊക്കെ ആണെങ്കിൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ വെക്കായിരുന്നു. പക്ഷേ മില്ലറെ നമ്മൾ ഓപ്ഷനിൽ എടുത്തില്ല, ഓവർട്ടനാണ് എടുത്തത്. ഓവർട്ടൺ ബോൾ ചെയ്യുന്നുണ്ട്, അതിമനോഹരമായിട്ട് അദ്ദേഹം ബോൾ ചെയ്യുന്നുണ്ട്. അതിന് പറ്റാവുന്ന രീതിക്കൊക്കെ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓവർട്ടനെ അവിടെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഇന്നലെ ഗെയ്ക്വാദ്, സർഫറാസ് ഖാൻ, അതുപോലെ ബ്രെവിസ്, ദൂബെ, ഈ 4 ബാറ്റേഴ്സ് ഇവർ ഇന്നലെ കുറച്ചുകൂടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയായിരുന്നു. കാരണം 10 ഓവർ കഴിയുമ്പോൾ നമ്മൾ 110 റൺസ് ഉണ്ട്, 15 ഓവർ കഴിയുമ്പോൾ നമ്മൾ 146 റൺസ് ഉണ്ട്. അടുത്ത 5 ഓവറിൽ ഒരു 49 റൺസ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് T20 ക്രിക്കറ്റിൽ അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമല്ല. പ്രത്യേകിച്ച് CSKയുടെ ഈ ഇത്രയും ബാറ്റേഴ്സുള്ള CSKക്ക്. അവിടെ SRHന് എടുത്ത് പറയാൻ നല്ലൊരു ബോളേഴ്സ് ഇല്ല. ഈഷൻ മലിംഗയാണ്, പ്രഫുൽ ഹിഞ്ച് ഇന്നലെ അടിമേടിക്കുന്നുണ്ടായിരുന്നു. തുടക്കക്കാരനായ ഹുസൈനാണുള്ളത്, അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണുള്ളത്.
ഇവരിൽ ആരാണ് സി എസ് കെക്ക് ഇത്രയും ത്രെറ്റായിട്ടുള്ള ഒരു ബോളറായിട്ടുള്ളത്? അവരുടേതായ ദിവസത്തിൽ അവരൊക്കെ വമ്പൻ ബോളേഴ്സാണ്. നമ്മളെ ഫസ്റ്റ് കളി കണ്ട ഈ ഹൊസൈൻ്റെ അതുപോലെ തന്നെ പ്രഫുലിഞ്ചയുടെ ഒക്കെ ഫസ്റ്റ് കളി കണ്ടതാണ്. പക്ഷേ ഈ സി എസ് കെയുടെ ബാറ്റേഴ്സിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസും ടാലൻറ്റും വെച്ചിട്ട് ഈസിലി ഇന്നലെ ജയിക്കാവുന്ന കളി ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലിരുന്ന കളിയാണ് കൊണ്ട് കളഞ്ഞത്. ഗെയിം അവയർനെസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ സി എസ് കെയുടെ മിഡിൽ ഓർഡർ ബാറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോ ആയിപ്പോയി. അതായത് 2019 ശേഷം, അതായത് 2019 തൊട്ട്, അതിനിടയിൽ നമ്മൾ 2 കപ്പടിച്ചിട്ടുണ്ട്. 2019 ശേഷം ഈ ടീം 180+ ചേസ് ചെയ്തിട്ടില്ല. IPL ഒരു ഞെട്ടിക്കുന്ന റെക്കോർഡായിരിക്കും, കേൾക്കുന്ന നമുക്ക് അത്ഭുതം തോന്നുന്ന റെക്കോർഡായിരിക്കും. 2019 ശേഷം സി എസ് കെ 180+ റൺസ് IPL ചേസ് ചെയ്തിട്ടില്ല. 2021 നമ്മൾ 23 കണ്ടവർക്ക് അറിയാം, നമ്മൾ കൂടുതലും ഡിഫെൻഡ് ചെയ്തിട്ടാണ് കളി ജയിച്ചേക്കുന്നതെന്ന്. ഈ ഒരു സീസണിലും 2 കളി ഡിഫെൻഡ് ചെയ്താണ് ജയിച്ചേക്കുന്നത്. ചേസിങ് എന്ന് പറയുമ്പോൾ പഞ്ചാബൊക്കെ ചേസിങ് എന്ന് പറയുമ്പോൾ കൊതിയാവും. ചേസിങ് ടെറിട്ടറി ആക്കി മാറ്റിയേക്കുന്ന ടീമുകളുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടീമിന് ചേസ് ചെയ്യാൻ പറ്റാത്തതല്ല, അത്രയും നല്ല ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. സ്റ്റിൽ കഴിഞ്ഞ 6-7 വർഷമായിട്ട് 180+ ചേസ് ചെയ്തിട്ടില്ല. അത് 200, 230, 250 സുലഭമായിട്ട് വരുന്ന കളികളിൽ 180+ ചേസ് ചെയ്യാൻ സി എസ് കെക്ക് പറ്റിയിട്ടില്ല. ഇന്നലെ ആ റെക്കോർഡ് തിരുത്തുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സി എസ് കെ ഫുൾ ടീം നമുക്ക് അടിച്ചുണ്ടാക്കി തന്നെന്ന് പറയാം. അത്രയും ഒരു പരിതാപനായിട്ടുള്ളൊരു ബാറ്റിംഗ് ആയിരുന്നു ഇന്നലെ മിഡിൽ ഓർഡർ കണ്ടത്. അപ്പോൾ ഈ ടീമിൽ ഇനി പ്രതീക്ഷകളൊന്നും ബാക്കിയില്ല. എന്തായാലും ബാറ്റിംഗ് ആയിരുന്നു ആകെ പ്രതീക്ഷയുള്ളത്. അതും ഇന്നലെ മനസ്സിലായി. ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ ആ ടീമും